ഇന്ന് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചപ്പോ 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ വളരെ തർക്കിച്ചുകൊണ്ടാണ് പോകുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും, യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തെ പറ്റിയും, തിരിച്ചുവരവിനെ പറ്റിയും, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി അവർ സംസാരിച്ച് തർക്കിച്ച് പൊക്കോണ്ടിരിക്കുമ്പോ, അവരുടെ കൂടെ യേശു നടക്കുന്നുണ്ടായിരുന്നു. യേശു അവരുടെ കൂടെ നടക്കുകയും, അവർ എമ്മോസിൽ എത്തുന്നിടം വരെയും യേശു തന്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ യെരൂശലേമിൽ പാർക്കണം. ദൈവശക്തി അവിടെ വെച്ച് പ്രാപിക്കണം എന്നുള്ളതാണ് യേശു പറഞ്ഞത്. എന്നാൽ ഇവർ എമ്മോസിലേക്ക് പോയി. എന്താണോ അവർക്ക് പറഞ്ഞത് അവരതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. യേശു കൂടെ ഉണ്ട് എന്ന് കരുതി നാം ചെയ്യുന്നതെല്ലാം ശരിയാകണമെന്നില്ല. ദൈവസാന്നിധ്യം നാം നന്നായി അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി നാം കറക്റ്റ് വേയിലാണ് സഞ്ചരിക്കുന്നത് വിചാരിക്കരുത്. നാം നന്നായി ആരാധിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നാം ചെയ്യുന്നതെല്ലാം റൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. എപ്പോഴാണോ അവർക്ക് മനസ്സിലായത് നമ്മുടെ കൂടെയുള്ളത് യേശുവാണെന്ന്, അപ്പോൾ അവർ തിരിയുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചറിയുക, നമ്മുടെ കൂടെയുള്ള സാന്നിധ്യം, നാം അനുഭവിക്കുന്ന പ്രസൻസ്, അതിന്റെ വില മനസ്സിലാക്കുക. അത് നമ്മളോട് എന്താ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, എങ്ങോട്ടാണോ നമ്മുടെ ഡയറക്ഷൻ ദൈവം വച്ചിരിക്കുന്നത്, ആ ഡയറക്ഷനിലേക്ക് മാറുക എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ എമോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തർക്കിക്കുകയും അവരുടെ ഉള്ളിൽ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ അവർ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആ ഭാഗം പറയുന്നത്. അപ്പൊ നമുക്കറിയാം അവിടെ ചെന്നതിന് ശേഷം അവരോട് താമസിക്കാന്ന് പറയുന്നു, താമസിക്കുന്നു. അപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരികെ യെരൂശലേമിലേക്ക് പോകുന്ന ഒരു ഭാഗം. അതുകൊണ്ട് നാം നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്, നമ്മുടെ കൂടെ ദൈവമുണ്ട്, നാം പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുന്നുണ്ട്, നന്നായി പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെന്ന് കരുതി നാം ചെയ്യുന്നതെല്ലാം റൈറ്റ് അല്ല. പകരം നാം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്താണോ ദൈവം നമ്മളോട് വാസ്തവത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ഡയറക്ഷനിലേക്ക് പോവുക. ഇന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ ഡയറക്ഷനെ തെറ്റിക്കും, നമ്മുടെ ഓട്ടത്തിന്റെ ദൂരം കൂട്ടുകയും ചെയ്യും. അപ്പോ മറക്കരുത്, യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയതുപോലെ ആകരുത് നാം. തിരിച്ച് യെരൂശലേമിലേക്ക് പോവുക, ശക്തി പ്രാപിക്കുക, ഭൂമിയുടെ അറ്റത്തോളം എത്തുക. മറക്കരുത്, നമ്മുടെ ദിവസമാണ്. ഗോഡ് ബ്ലെസ് യു.